ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ലോകരുടെ മധ്യത്തിൽ ഈ ദാസിയെ ഈ വർഷത്തിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഭയങ്കരമായ സംഭവങ്ങളിൽ നമുക്ക് എങ്ങനെ ഈ ലോകത്ത് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, ബൈബിൾ പ്രകാരം കർത്താവ് നമ്മളെ പഠിപ്പിച്ച ചിന്തകളിലൂടെ നമുക്ക് എങ്ങനെ ഈ ലോകത്തെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും അതുപോലെ ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദോഷങ്ങൾ, ശാപങ്ങൾ, മഹാമാരികൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണിൻ മുൻപിൽ കൂടെ അതൊക്കെയും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എങ്ങനെ കർത്താവിൽ സന്തോഷമായും സംതൃപ്തിയോടുകൂടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാൻ പറ്റും? കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എപ്പോഴും സന്തോഷിപ്പിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ചുറ്റിനും അനേക ആയിരങ്ങൾ നനച്ചിരിക്കാത്ത നേരത്ത് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മരണം എവിടെ നിന്നും നമ്മളെ തേടിയെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്, സകലവും പ്രാർത്ഥനയാലും സ്തോത്രത്താലും കർത്താവിൽ സമർപ്പിക്കുക എന്നാണ് നമ്മൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ആ 23-ാം സങ്കീർത്തനത്തിൽ ആ ആട് തൻ്റെ ഇടയനോട് സംസാരിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണ്. അതുപോലെ കൂരിരുൾ താഴ്വരയിൽ കൂടി നമ്മളെ കടത്തിവിട്ടാലും നമ്മൾക്ക് ഒരു അനർത്ഥവും നമ്മൾക്ക് ഭവിക്കയില്ല എന്നാണ് ആ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും എന്നാണ് അവസാനമായിട്ടതിൽ പറയുന്നത്. നമ്മുടെ ഈ ലോക ജൈത്രയാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെയും കർത്താവിന് നമ്മൾ ഒരു കരം കൊടുക്കണം. കർത്താവിനൊരു കരം കൊടുത്താൽ ആ കർത്താവിൻ്റെ കരത്താൽ ആ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കും. പിന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു വ്യക്തിത്വം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തെ നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സമയത്തും അസമയത്തും ഉള്ളതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മാനേജരായിട്ട് നമുക്ക് ഭൂമിയിലേക്ക് ദൈവം അയച്ചു തന്നു. അപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ബലപ്പെടാം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ഓർത്ത് മുഷിയാതെ, മരണാനന്തര ജീവിതത്തിലുള്ള ആ നിത്യതയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. അങ്ങനെ കൂടുതൽ കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് നമ്മളെക്കൊണ്ട് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കർത്താവിന് വേണ്ടി, അതൊക്കെ ചെയ്യുവാനായിട്ട് നമ്മെ പൂർണ്ണമായിട്ട് നമുക്കുള്ളതിനെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കർത്താവിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം എപ്പോഴും വായിക്കുകയും
ധ്യാനിക്കുകയും അത് നമ്മുടെ ഹൃദയ പലകയിൽ എഴുതുകയും കയ്യിൽ കെട്ടുകയും നെറ്റിത്തടത്തിൽ അണിയുകയും ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. കർത്താവിൻ്റെ വളരെ മാധുര്യമേറിയ പാട്ടുകൾ നമ്മൾ പാടി ആസ്വദിക്കുവാനായിട്ട് ദൈവം കൃപ തരട്ടെ. അങ്ങനെ മുൻപോട്ടുള്ള ജീവിതം കൂടുതൽ കർത്താവിൽ ഫ്രൂട്ട്ഫുൾ ലൈഫായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും കൃപ ദൈവം തരട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് ജഡീക ചിന്തകളും ജഡീക പ്രവൃത്തികളും വരാതെ ആത്മാവിൻ്റെ ഫലങ്ങൾ, ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ കർത്താവ് നമുക്ക് തന്നേക്കുന്ന നന്മകളിൽ നമ്മൾ നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കാം. എപ്പോഴും ഒരു താങ്ക്ഫുൾ ഹാർട്ടോടുകൂടെ, താങ്ക്ഫുൾ ടങ്ങോടുകൂടെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. ജീവിതത്തിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ദൂതന്മാർ, അനേക ശക്തിയേറിയ ദൂതന്മാരുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മളോട് തന്നെ നമുക്ക് പറയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ എല്ലാം അവസാനം ദൈവം നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. കഴിഞ്ഞുപോയ നമ്മുടെ പാളിച്ചകളും നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളും കണക്കിടാതെ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് പിൻപിലുള്ളത് മറന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് ലാക്ക് നോക്കി നമുക്ക് ജീവിക്കാം. അങ്ങനെ ആ ലക്ഷ്യം കർത്താവിൻ്റെ നിത്യത, കർത്താവിൻ്റെ രണ്ടാം വരവ്, കർത്താവ് നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലങ്ങൾ, കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സ്വപ്നം കാണാം. സ്വപ്നങ്ങളെ, കർത്താവിൻ്റെ കൂടെയുള്ള ജീവിത സ്വപ്നങ്ങളെ നമുക്ക് വാർത്തെടുക്കാം. അങ്ങനെ എല്ലാവർക്കും പുതിയ ചിന്തകളുമായിട്ട്, പുതുപുത്തൻ ഉന്മേഷവുമായിട്ട് നമുക്ക് ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. എപ്പോഴും നമുക്കൊരു പ്രാർത്ഥനാ മൈൻഡ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ഉണ്ടായിരിക്കണം. നമുക്ക് അടുത്ത നിമിഷം നമുക്ക് നമ്മുടെ ഈ മൂക്കിൽ ശ്വാസം തരുന്ന ദൈവം, നമ്മുടെ ഭാവി അറിയുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം, നമ്മൾക്ക് അസുഖവും പ്രയാസവും വരുമ്പോൾ നമ്മളെ ചുമലിലേറ്റുന്ന ദൈവം, ആ ഒരു നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന് നമ്മുടെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം അതൊക്കെ അനുഭവിച്ച് അറിഞ്ഞ കർത്താവാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള നമ്മുടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒരുക്കിയ ആ രക്ഷയുടെ ശിരസ്ത്രം, അത് നമ്മൾക്ക് അണിയുവാനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ സമയത്തും അസമയത്തും തങ്ങളുടെ വിളക്കിൽ എണ്ണയുണ്ടോ, തിരിയുണ്ടോ, വെട്ടമുണ്ടോ എന്നെപ്പോഴും ശ്രദ്ധയോടുകൂടെ നമുക്കിരിക്കാം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇനി ആകാശത്തെയും ഇളക്കുമെന്നാണ്. എന്തെല്ലാം ദുരന്തങ്ങൾ ഈ ലോകത്ത് വന്നാലും നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് കർത്താവിൻ്റെ തോളിൽ ഏറ്റി നമ്മളെ നടത്തും. തീയിൽ കൂടി നമ്മൾ കടന്നാലും വെള്ളത്തിൽ കൂടി കടന്നാലും എല്ലാം കർത്താവ് നമ്മളെ ചുമന്നുകൊണ്ട് അതിൽ നിന്നൊക്കെയും രക്ഷിക്കുവാൻ, നമ്മുടെ ഒരു രോമം പോലും കത്താതെ ദൈവം നമ്മളെ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കുവാൻ ശക്തനായിട്ടുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ആ കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. കർത്താവിൻ്റെ ആ ഒരു കൃപയിൽ നമുക്ക് ജീവിക്കാം. ഓരോ ദിവസവും ദൈവം തരുന്ന ദാനമാണെന്നും
ആ ദിവസത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയ കൃപ കർത്താവ് കരുതിക്കൊള്ളും. ആ കൃപ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, ആ കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. വരാനിരിക്കുന്ന എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമ്മളെ കാക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. മുൻപോട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ കർത്താവിൽ സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, കർത്താവ് തന്ന പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ധാരാളമായിട്ട് കൃപ തരട്ടെ. എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. എല്ലാ ദുഷ്ട കാര്യങ്ങൾക്കും ഒരവസാനമുണ്ട്. എല്ലാം നന്മയാക്കി ദൈവം തീർക്കും എന്നുള്ള വിശ്വാസം നമുക്ക് ഊട്ടി ഉറപ്പിക്കാം. ഒരു പോസിറ്റീവ് മൈൻഡ്, കർത്താവിലുള്ള ഒരു ബലം, വിശ്വാസം, പ്രത്യാശ, കർത്താവിൻ്റെ സ്നേഹം ഉള്ള ഒരു മനസ്സ് നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങൾ നമ്മൾ ഉപകാരം ചെയ്യണം. നന്മ ചെയ്യേണ്ട സന്ദർഭത്തിൽ നമ്മൾ നന്മ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ മറ്റുള്ളവരെയും നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കാനുള്ള ഒരു കൃപ നമ്മുടെ നാവുകൾക്ക് ദൈവം തരട്ടെ. അങ്ങനെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ആ രീതിയിൽ കർത്താവ് ഈ 2025 ദൈവം എല്ലാവർക്കും ധാരാളമായ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളും കുറ്റങ്ങളും നമുക്ക് മറക്കാം. നമുക്ക് പുതിയ ചിന്തകളുമായി, പുതിയ പ്രത്യാശയുമായി കർത്താവിൻ്റെ കൈ പിടിച്ച് നമുക്ക് ഓരോ ചുവടും വയ്ക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിൻ്റെ പാട്ടുകളിൽ സന്തോഷം കണ്ടെത്താം. കർത്താവുമായിട്ടുള്ള ആ മെഡിറ്റേഷനിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. അങ്ങനെ ദൈവത്തിൽ സന്തോഷത്തോടുകൂടെ ഇനിയുള്ള മാസങ്ങൾ ജീവിക്കുവാൻ ദൈവം കൃപ തരട്ടെ. എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ സമർപ്പിക്കുന്നു. വരാനിരിക്കുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദോഷങ്ങൾ, ശാപങ്ങൾ എല്ലാറ്റിൽ നിന്നും നമ്മളെയും നമുക്കുള്ളവരെയും നമ്മുടെ ദേശത്തെയും രാജ്യത്തെയും ലോകത്തെയും ദൈവം സംരക്ഷിക്കുവാൻ ശക്തനായിരിക്കാൻ ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകർക്ക് വേണ്ടിയും ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് മനസ്സിന് ദൈവിക സമാധാനം കിട്ടുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവം ഈ ലോകത്തിന് ദൈവിക സമാധാനത്താൽ ഈ ലോകത്തെ നിറയ്ക്കട്ടെ. മനുഷ്യരൊക്കെയും സ്വാർത്ഥരും സ്വസ്നേഹികളും ആകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഓർത്ത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സമാധാനം കളയാതെ കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ളതും കർത്താവിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നല്ല കാര്യങ്ങളെ ഓർക്കാം. നല്ല നാളുകളെക്കുറിച്ച് നമുക്ക് പ്രത്യാശയിടാം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. അസുഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മളെ തോളിലേന്തി നടത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കാം. ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ത്യാഗത്തെ നമുക്ക് ഓർക്കാം. അതിൽ നമുക്ക് നന്ദിയുള്ളവരായിട്ടിരിക്കാം. മറ്റുള്ള മനുഷ്യരെയും ദുഃഖത്തിലിരിക്കുന്നവരെയും വിഷമത്തിലിരിക്കുന്നവരെയും നമുക്ക് കൈപിടിച്ച് മുന്നോട്ട് പ്രത്യാശയിലേക്ക് നടത്താം. അങ്ങനെ നന്ദിയുള്ളവരായിട്ടിരിക്കാം, അനുഗ്രഹിക്കുന്നവരായിരിക്കാം, നന്മ ചെയ്യുന്നവരായിരിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ജഡീക ചിന്തകൾ നമ്മൾക്ക് വെടിയാം. അതുപോലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കുവാൻ, നിത്യജീവൻ നമുക്ക് ഉള്ളിൽ തന്ന ദൈവത്തെ ഓർത്ത് നന്ദി പറയുവാൻ,
നിത്യതയിൽ കർത്താവിനോട് കൂടെയുള്ള ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടുവാൻ നമുക്ക് ഏവർക്കും കൃപ ദൈവം ധാരാളമായിട്ട് തരട്ടെ. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ആ കർത്താവ് നമുക്ക് തരാൻ പോകുന്ന ആ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നമ്മുടെ ചുവടുകൾ നയിക്കാം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഈ വചനം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനുമുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാം. ഇനിയും കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ വീണ്ടും നമുക്ക് പുതിയ ചിന്തകളുമായിട്ട് കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. എല്ലാവരെയും മുറ്റുമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ദുഷ്ടിൽ നിന്നും, എല്ലാവിധ ദുഷ്ട ജന്തു, ദുഷ്ട മനുഷ്യർ, ദുഷ്ട ആപത്ത് എല്ലാറ്റിൽ നിന്നും ദൈവം സൂക്ഷിക്കട്ടെ. എല്ലാ കാര്യങ്ങളും കർത്താവിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് മുൻപോട്ട് കർത്താവിലുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിൻ്റെ ഈ വചനം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മുൻപോട്ട് കർത്താവിൽ സന്തോഷത്തോടുകൂടെ മറ്റുള്ളവർക്കും കൂടെ കേൾപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്താവിൽ സമർപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.